ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നുറുക്കരിയുടെ ശർക്കര പായസമാണ്. നല്ല ടേസ്റ്റാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മധുരം ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പായസമായിരിക്കും. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ നുറുക്ക് ശർക്കര പായസം ഉണ്ടാക്കാൻ ആദ്യം ഞാനിവിടെ ഒരു പായസം ഉണ്ടാക്കുന്ന പാത്രത്തിൽ 3 കപ്പിൻ്റെ അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 3 കപ്പിൻ്റെ അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ നുറുക്കരിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ അരി ഒരു 10 മിനിറ്റോളം വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ നുറുക്കരി ഇട്ട് കൊടുക്കാം. അരി നന്നായിട്ട് 10 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുത്തതാണ്. ഇതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ മറ്റേ വലിയ അരി ഇട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു ടേസ്റ്റ് ഇതിനുണ്ടാവും. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഇനിയും ഒരു 1/2 സ്പൂൺ അളവിൽ നെയ്യൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പം നമ്മുടെ നുറുക്കരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെന്ത് കാണാൻ പറ്റും, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ശർക്കര ഇട്ട് കൊടുത്തു. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കറുത്ത ശർക്കരയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ നിറം. അപ്പോൾ ഇത് നല്ല വെന്ത് വരുമ്പോഴും നല്ലൊരു നിറം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ വെന്ത് വരട്ടെ. നന്നായിട്ട് വെല്ലമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇനി അകത്തോടെ ഇടാൻ പോകുന്ന ഇച്ചിരി ഏലക്കയാണ്. ഏലക്ക ഇട്ട് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിൽ പാല് ഒന്നും ഒഴിക്കുന്നില്ല. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. നല്ല നിറമൊക്കെ ഉണ്ട് പായസത്തിന്. നല്ല നെയ്യുടെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ കുറുകി വരട്ടെ. നല്ലൊരു നിറമില്ലേ? നമ്മുടെ എല്ലാം അമ്പലത്തിലൊക്കെ കിട്ടുന്ന പായസത്തിൻ്റെ ഒരു ഇത് വന്നില്ലേ ഇപ്പോൾ? അമ്പലത്തിലുണ്ടാക്കുന്ന പ്രസാദത്തിന് അതായ രുചിയുണ്ട്. കാരണം അത് അമ്പലത്തിലെ പ്രസാദമാണ്. നമ്മൾ എത്ര നന്നായിട്ടുണ്ടാക്കിയാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് വരത്തില്ല. കാരണം അത് ദൈവത്തിൻ്റെ പ്രസാദമാണ്. എന്തായാലും ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നുറുക്കരിയുടെ പായസമാണ്. അപ്പോൾ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ നമ്മുടെ കശുവണ്ടി വറുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി നമ്മുടെ തവി ഇതിനകത്തൊന്ന് മാറ്റരുത്, കാരണം ഇത് കുറുകണ ടൈമാണ്. ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായിട്ട് കുറുകി വരട്ടെ. ഇനി ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ തേങ്ങ വറുത്തയാണ്. തേങ്ങയും നമ്മുടെ മുന്തിരിയും കൂടെ ഞാൻ വറുത്തെടുത്തതാണ്. അപ്പം അതിനിട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം.
നല്ലൊരു നിറം വന്നിട്ടില്ലേ, കാണാൻ നല്ല അതിലേറെ നല്ലൊരു മണമുണ്ട് ഇവിടെ. നെയ്യുടെയൊക്കെ നെയ്യും നമ്മുടെ ശർക്കരയൊക്കെ ഇങ്ങനെ ഇത് വന്നതിൻ്റെ ഒരു മണമുണ്ട് ഇവിടെ നല്ല. അപ്പം നന്നായിട്ടൊന്നുകൂടെ കുറുകട്ടെ. നമ്മുടെ പായസം ഏതായാലും റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇച്ചിരൂടെ കുറുക്കിയെടുക്കുകയാണ്. കാരണം നമ്മളിത് പാലൊഴിക്കാത്തതുകൊണ്ട് ഇത് നമുക്ക് കുറച്ച് ദിവസം വെക്കാം, ചീത്തയാവത്തില്ല. പാലൊഴിച്ചാൽ നമുക്ക് ഉടനെ തന്നെ എടുക്കേണ്ടി വരും, ചീത്തയാവുകയോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് വെച്ച് നോക്ക്. ഒരു പാത്രത്തിൽ വെച്ച് ഒരു ടൈറ്റായിട്ടുള്ള അടപ്പുള്ള ഒരു പാത്രത്തിൽ വെച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് തണുത്തതിന് ശേഷം ഇങ്ങനെ എടുത്ത് ഓരോ സ്പൂൺ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞങ്ങളിവിടെ മിക്കവാറും ചെയ്യാറുള്ളതാണിത്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇവിടെ എൻ്റെ ഹസ്ബൻഡിനും കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പാത്രത്തിലിട്ടിട്ട് അവർ കഴിക്കും, നല്ല തണുത്തതിന് ശേഷം. പക്ഷെ ഇവിടെ അച്ഛനും മോളുമാണ് മധുരത്തിൽ അത്രയും. പിന്നെ മോനും ഞാനും എരിവിൻ്റെ ആൾക്കാരാണ്. അപ്പം അച്ഛനും മോൾക്കും വേണ്ടിയിട്ടാണ് കൂടുതലും ഇവിടെ മധുരം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. കാണാൻ പറ്റും നല്ലൊരു നിറമൊക്കെ ആയിട്ട്. നമ്മുടെ നുറുക്കരി കൊണ്ടാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത്. നുറുക്കരിയുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നുറുക്കരിയുടെ ശർക്കര പായസമാണിത്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, നല്ല നല്ല രുചിയാണ്. അപ്പോൾ ഇത് കാണാൻ പറ്റും, ഇവിടെ കാണിച്ചു തരാം. നല്ല ഒരു നിറവും നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ വരും.